ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ യൂണിറ്റായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ പാഠഭാഗത്ത് ഗതാഗതത്തെക്കുറിച്ചും ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഗതാഗത മാർഗങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. പാഠഭാഗം തുടങ്ങുന്നത് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടാണ്. ഗതാഗത മാർഗങ്ങളെക്കുറിച്ചുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. ഗതാഗത മാർഗങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നു: കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. മനസ്സിലായോ? ഗതാഗത മാർഗങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നു: കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. ഇതിൽ കരഗതാഗതത്തെ വീണ്ടും 2ആയി തിരിച്ചിരിക്കുന്നു: റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. അതുപോലെ തന്നെ ജലഗതാഗതത്തെയും 2ആയി തിരിച്ചിരിക്കുന്നു: ഉൾനാടൻ ജലഗതാഗതം, കടൽ സമുദ്ര ഗതാഗതം. അതുപോലെ തന്നെ വ്യോമഗതാഗതത്തെ വീണ്ടും 2ആയി തിരിച്ചിരിക്കുന്നു: ദേശീയ വ്യോമ ഗതാഗതം, അന്തർദേശീയ വ്യോമ ഗതാഗതം. മനസ്സിലായോ? ഗതാഗത മാർഗങ്ങളെ പൊതുവെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. കരഗതാഗതം എന്ന് പറഞ്ഞാൽ കരയിലൂടെയുള്ള ഗതാഗതം. അതുപോലെ ജലഗതാഗതം എന്ന് പറഞ്ഞാൽ കടൽ, സമുദ്രം, കായല് അതുപോലെയുള്ള ഭാഗത്തു കൂടിയുള്ള ഗതാഗതത്തെയാണ് ജലഗതാഗതം എന്ന് പറയുന്നത്. വ്യോമഗതാഗതം എന്ന് പറയുന്നത് ആകാശത്തിലൂടെയുള്ള ഗതാഗതം, അതാണ് വ്യോമഗതാഗതം എന്ന് പറയുന്നത്. ഈ കരഗതാഗതത്തെ 2ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്: റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. കരയിലാണല്ലോ റോഡും റെയിലും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് കരഗതാഗതത്തെ 2ആയി തിരിച്ചിരിക്കുന്നത്: റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. അതുപോലെ തന്നെ ജലഗതാഗതത്തെ 2ആയി തിരിച്ചിട്ടുണ്ട്: ഉൾനാടൻ ഗതാഗതം, കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതം. ഉൾനാടൻ ഗതാഗതം എന്ന് പറഞ്ഞാൽ പുഴയിലൂടെയും കായലുകളിലൂടെയുമുള്ള ജലഗതാഗതത്തെയാണ് ഉൾനാടൻ ഗതാഗതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടൽ സമുദ്ര ഗതാഗതം എന്ന് പറയുന്നത് കടലിലൂടെയുള്ള ഗതാഗതം. അതായത് കപ്പലൊക്കെ എവിടെ പോകുന്നത്? കടലിലൂടെ അല്ലേ പോകുന്നത്. അതാണ് കടൽ സമുദ്ര ഗതാഗതം എന്ന് പറയും. അതുപോലെ തന്നെ വ്യോമഗതാഗതത്തെയും 2ആയി തിരിച്ചിരിക്കുന്നു. വ്യോമഗതാഗതം എന്ന് വെച്ചാൽ ആകാശത്തിലൂടെ പോകുന്ന ഗതാഗതം. അതിനെ ദേശീയ വ്യോമഗതാഗതമെന്നും അന്തർദേശീയ വ്യോമഗതാഗതം എന്നും 2ആയി തിരിച്ചിരിക്കുന്നു. ദേശീയ വ്യോമഗതാഗതം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള വ്യോമഗതാഗതത്തെയാണ് ദേശീയ വ്യോമഗതാഗതം എന്ന് പറയുന്നത്. അന്തർദേശീയ വ്യോമഗതാഗതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്കുള്ള ഗതാഗതത്തെയാണ് അന്തർദേശീയ വ്യോമഗതാഗതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കരഗതാഗതത്തെക്കുറിച്ച് നോക്കാം. കരഗതാഗതം: കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ ഫ്ലോ ചാർട്ടിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഫ്ലോ ചാർട്ടിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ കഴിയുമല്ലോ. കരഗതാഗതത്തിലൂടെയുള്ള പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. ഇനി നമുക്ക് പഠിക്കുന്നത് റോഡ് ഗതാഗതത്തെക്കുറിച്ചാണ്. റോഡ് ഗതാഗതം: വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാതകൾ വേണ്ടേ? സഞ്ചാരപാതകൾ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അപ്പോൾ നിങ്ങൾ ചിത്രങ്ങൾ കാണുന്നില്ലേ? അതിൽ ആദ്യത്തെ ചിത്രം ഒറ്റയടിപ്പാത, രണ്ടാമത്തേത് മൺപാത, മൂന്നാമത്തേത് കല്ല് പാകിയ പാത, നാലാമത്തേത് കോൺക്രീറ്റ് പാത, അഞ്ചാമത്തേത് ടാർ ചെയ്ത പാത. ഒറ്റയടിപ്പാതകളും മൺപാതകളുമാണ് പണ്ടുകാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. ഇനി നമുക്ക് പഠിക്കുന്നത് മാക് ആദം റോഡുകൾ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മാക് ആദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മാക് ആദം റോഡുകൾ എന്നറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ
എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. മനസ്സിലായോ? ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല നമ്മുടെ രാജ്യത്താണ് ഉള്ളത്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന ഹൈവേകളെക്കുറിച്ച് പഠിക്കാം. ആദ്യം സുവർണ ചതുഷ്കോണം എന്താണെന്ന് നോക്കാം. സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. മനസ്സിലായോ? സുവർണ ചതുഷ്കോണം എന്നാൽ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. രണ്ടാമത്തെ പ്രധാന ഹൈവേയാണ് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. നമുക്കതെന്താണെന്ന് നോക്കാം. വടക്ക് തെക്ക് ഇടനാഴി എന്നാലും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്താണെന്ന് നമുക്ക് നോക്കാം. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. മനസ്സിലായോ? അത് വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറഞ്ഞാൽ ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. വടക്ക് ഭാഗം, ഇന്ത്യയുടെ വടക്ക് ഭാഗം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും മുകളിലാണ് വടക്ക് ഭാഗം വരുന്നത്. വടക്ക് ഭാഗമാണ് ശ്രീനഗർ. ശ്രീനഗർ ഏറ്റവും താഴെയുള്ള കന്യാകുമാരി, തെക്ക് ഭാഗത്തുള്ള കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള സിൽച്ചാറിനെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. തുടർന്ന് പാഠഭാഗത്ത് വിവിധ തരം വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. പഴയതും പുതിയതുമായ വിവിധ വാഹനങ്ങളുടെയും പാതകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ചിത്രങ്ങൾ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ആദ്യകാലത്ത് ഭാരങ്ങൾ വഹിച്ച് മനുഷ്യൻ തന്നെയാണ് വാഹനങ്ങൾ വലിച്ചുകൊണ്ട് പോയിരുന്നത്. അതിൻ്റെ ചിത്രമാണ് ആദ്യമായി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത് സൈക്കിളിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂട്ടറിൻ്റെ ചിത്രം, പിന്നെ ഓട്ടോറിക്ഷയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, കാറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ചരക്കുകൾ കയറ്റിപ്പോകുന്ന വലിയ വാഹനങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ KSRTC ബസ്സിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് ലോ ഫ്ലോർ ബസ്സുകളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകളെക്കുറിച്ചാണ്. താരതമ്യേന ചിലവ് കുറവ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം. ഹ്രസ്വദൂര യാത്ര എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദൂരത്തേക്കുള്ള യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് റോഡ് ഗതാഗതം. പിന്നെ എന്തെല്ലാം മേന്മകളുണ്ട് റോഡ് ഗതാഗതത്തിന്? റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ വളരെ അധികമാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം. ഒന്ന്, സൗകര്യം. റോഡ് ഗതാഗതം ആളുകൾക്കും സാധനങ്ങൾക്കും എളുപ്പത്തിൽ എത്താൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ വ്യാപാര വളർച്ച. സാധനങ്ങൾ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നത് വ്യാപാരത്തെ വളർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സുരക്ഷ. റോഡ് ഗതാഗതം മറ്റ് ഗതാഗത മാർഗങ്ങളേക്കാൾ കൂടുതൽ സുരക്ഷിതമായിരിക്കാം, പ്രത്യേകിച്ച് നല്ല റോഡുകൾ, ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചാൽ. നല്ല റോഡുകളും ട്രാഫിക് നിയമങ്ങളുമൊക്കെ പാലിച്ചാൽ റോഡ് ഗതാഗതം മറ്റു ഗതാഗത മാർഗങ്ങളേക്കാൾ കൂടുതൽ സുരക്ഷിതമായിരിക്കും. ഇവയൊക്കെ റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെയിൽ ഗതാഗതത്തെക്കുറിച്ചാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. റെയിൽ ഗതാഗതവും കൂടി ഈ വീഡിയോയിൽ പങ്കുവച്ചാൽ ഒത്തിരി വലിയ വീഡിയോ ആകും. അതുകൊണ്ടാണ് ഞാനിത് റെയിൽ ഗതാഗതം വേറൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗമായ റെയിൽ ഗതാഗതത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ
പഠിക്കാം. ഓക്കെ. താങ്ക്സ്.